കുടിയിരിക്കും. ഈ രണ്ട് വാക്ക് മതി പറയാൻ പോകുന്നത് ഏത് നടനെ പറ്റിയെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ. അതെ, ദളപതി വിജയെ പറ്റി തന്നെ. ആരാധകർ ഹൃദയത്തിലുണ്ട് എന്ന് പറഞ്ഞാണ് വിജയ് താരതിളക്കത്തിന്റെ ഔന്നത്യത്തിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് കൃത്യമായ മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനായി പാർട്ടി പ്രഖ്യാപനത്തിന് മുന്നേ കരുക്കൾ നീക്കി. വിജയ് മക്കൾ ഇയക്കം എന്ന തന്റെ താരസംഘടനയായി ഇതിനെ ഉപയോഗിച്ചു. മുൻപ് രജനീകാന്തും കമൽഹാസനും പരാജയപ്പെട്ടിടത്ത് വിജയ് രാഷ്ട്രീയ പ്രവേശനത്തിൽ വേറിട്ടിരുന്നു. തമിഴ്നാട് വെട്രി കഴകം എന്ന പാർട്ടിക്ക് വിജയ് സിനിമകളുടെ ഇൻട്രോ സോങ് പോലെ തന്നെ അതിഗംഭീര തുടക്കം. വിജയ് അടുത്ത തമിഴ്നാട് മുഖ്യമന്ത്രി എന്ന് ആരാധകർ ഉറപ്പിച്ചു. TVK നടത്തുന്ന റാലികൾക്ക് നാടെങ്ങും മികച്ച പ്രതികരണം. ആരാധകർ വിജയെ കാണാൻ തിങ്ങിക്കൂടുന്നു. ഇനിയാണ് വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിലെ ഇന്റർവെൽ ബ്ലോക്ക്. തന്റെ സിനിമകളിലെ എന്ന പോലെ തന്നെ അപ്രതീക്ഷിത സംഭവത്തിന്റെ തിരിച്ചടി വിജയുടെ രാഷ്ട്രീയത്തിലും. TVKയുടെ റാലിയിൽ പങ്കെടുക്കാനെത്തിയ 41 പേർ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് തമിഴ്നാട് സാക്ഷ്യം വഹിച്ച ഏറ്റവും ദാരുണ സംഭവമായി മാറി. വിജയുടെ രാഷ്ട്രീയ ഭാവി ഇനി എന്ത്? TVKയ്ക്ക് ഇതുവരെ കിട്ടിയ ജനസമ്മതി ഇനിയും അതേപടി ഉണ്ടാകുമോ? നിയമ നടപടികളുടെ ഉരാക്കുരുക്കിൽ വിജയ് അകപ്പെടുമോ? ദളപതിയുടെ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ അവശേഷിക്കുകയായിരുന്നു. പക്ഷേ ഇതിനെല്ലാം അപ്പുറം മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും താരപ്രഭയുള്ള നടൻ എന്ന നിലയിൽ വിശ്വസിക്കപ്പെടുമ്പോഴാണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. ആ താരപ്രഭയ്ക്ക് കരൂർ ദുരന്തം മങ്ങലേൽപ്പിച്ചോ എന്നതാണ് പ്രസക്തമായ മറ്റൊരു ചോദ്യം. വിജയ് ആരാധകർ കൈവിട്ടോ? എന്ത് സംഭവിച്ചാലും വിജയ്ക്കൊപ്പം ആരാധകർ ഉണ്ടാകുമോ? വിജയ് രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപ് അവസാനമായി അഭിനയിക്കുന്ന ചിത്രമാണ് ജനനായകൻ. ഈ ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെച്ചിരിക്കുന്നു എന്നതാണ് മുൻപ് സൂചിപ്പിച്ച സംശയങ്ങൾക്ക് കാരണമായി ഇപ്പോൾ സിനിമാ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടിയിരുന്നത്. വിനോദ് സംവിധാനം ചെയ്ത പൊളിറ്റിക്കൽ കൊമേഴ്ഷ്യൽ എന്റർടൈനറായാണ് ജനനായകൻ അണിയറയിൽ ഒരുങ്ങുന്നത്. പൊങ്കൽ റിലീസായി ജനുവരിയിൽ ചിത്രത്തിന്റെ റിലീസ് നിശ്ചയിച്ചിരുന്നു. കരൂർ ദുരന്തത്തോടെ ഓഫ് സ്ക്രീനിൽ അദൃശ്യനായ വിജയ് ബിഗ് സ്ക്രീനിൽ നിന്നും ഉടൻ പ്രത്യക്ഷപ്പെടില്ല എന്നു തന്നെയാണ് റിപ്പോർട്ടുകൾ. ഒക്ടോബർ ആദ്യവാരം ചിത്രത്തിന്റെ ആദ്യ ഗാനം പുറത്തുവിടാനും അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരുന്നു. കരൂർ ദുരന്തത്തെ തുടർന്നും അത് റദ്ദാക്കി. ജനനായകന്റെ റിലീസിനി എന്നുണ്ടാകുമെന്ന കാര്യത്തിലും അണിയറ പ്രവർത്തകർ കൃത്യമായി പ്രതികരിച്ചിട്ടില്ല ഇതുവരെ. പോലീസ് ഓഫീസറായി വിജയ് എത്തുന്നു എന്ന സൂചന നൽകുന്നതായിരുന്നു ചിത്രത്തിന്റെ ടീസർ. കയ്യിൽ വാളുമായി അനീതിക്കെതിരെ പൊരുതുന്ന ദളപതിയെയാണ് ടീസറിൽ കണ്ടത്. വിജയെ ജനനായകനായി അവരോധിക്കാനുള്ള പ്രമോ തിരശ്ശീലയിൽ ഉടൻ ഉണ്ടാകില്ല. കരൂർ ദുരന്തത്തിന്റെ ചർച്ചകൾ ആറിത്തണുക്കും വരെ സിനിമയുമായി ബന്ധപ്പെട്ട് യാതൊരു അപ്ഡേഷനും ഉണ്ടാവില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ആരാധകർക്ക് രക്ഷകനാണ് ദളപതി വിജയ്. സിനിമകളിൽ നാടിനെ രക്ഷിച്ച് നന്മയ്ക്ക് വേണ്ടി പോരാടുന്ന നായകൻ, നാടിന്റെ രക്ഷകൻ. തങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു ജനക്കൂട്ടം വിജയെ കാണാൻ ആർത്തിരമ്പിയെത്തിയത്. കരൂർ ദുരന്തമുണ്ടായി തൊട്ടു പിന്നാലെ രക്ഷകൻ ഓടി ഒളിച്ചു എന്ന വിമർശനവും വിജയ്ക്ക് നേരെ വ്യാപകമായി ഉയർന്നിട്ടുണ്ട്. വിജയ്ക്ക് നേരെ ഉയർന്ന ഇത്തരം വിമർശനങ്ങൾ സിനിമയെയും ബാധിക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇനി വിജയ് സ്വീകരിക്കുന്ന നിലപാടുകളും സിനിമയിലും രാഷ്ട്രീയത്തിലും ദളപതിക്ക് നിർണായകമാകും. ജനനായകനിൽ അഭിനയിക്കാൻ 275 കോടിയാണ് വിജയുടെ പ്രതിഫലം. ബോബി ഡിയോൾ, പൂജ ഹെഗ്ഡെ, പ്രകാശ് രാജ്, ഗൗതം മേനോൻ, നരേൻ, പ്രിയാമണി, നമിത എന്നിവർ ചിത്രത്തിൽ പ്രധാന വേഷത്തിലുണ്ട്. വെങ്കട് K. നാരായണനാണ് ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ നിർമ്മാണം. തിരശ്ശീലയിൽ നിന്നും രാഷ്ട്രീയം പറഞ്ഞ് തങ്ങൾക്കരികിലേക്ക് നേരിട്ടെത്തുന്ന ദളപതിയെ ഇനി തമിഴകം എങ്ങനെ സ്വീകരിക്കും? രാഷ്ട്രീയവും സിനിമയും രണ്ടായി വേർതിരിച്ച് കാണാൻ കരൂർ സംഭവത്തോടെ തമിഴ്നാട്ടുകാർ പഠിക്കുമോ? അതല്ല, ദുരന്തം മറന്ന് തമിഴകവും ആരാധകരും വിജയ്ക്കൊപ്പം നിൽക്കുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയാകും ജനനായകൻ സിനിമ തിയേറ്ററുകളിലെത്തുമ്പോൾ ഉള്ള തമിഴകത്തിന്റെ പ്രതികരണം. എല്ലാം കെട്ടടങ്ങും വരെ ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ദളപതി ഓഫ്ലൈൻ മോഡിൽ തന്നെ.